ഹലോ മക്കളെ, വെൽക്കം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ പല മക്കളും കമ്മ്യൂണിറ്റി കോട്ടയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. എന്താണ് അവസ്ഥ, എന്നാണ് റിസൾട്ട് വരിക എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണിത്. അപ്പം മക്കളെ, മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുന്നത്തെ സർക്കുലർ പ്രകാരം 22-നായിരുന്നു നമ്മുടെ സെലക്ഷൻ ലിസ്റ്റ് വരുമെന്ന് പറഞ്ഞത്. അത് മാറ്റിയിട്ടുണ്ട്. 22 എന്നുള്ളത് മാറ്റി ജൂലൈ 2 മാറ്റിയിട്ടുണ്ട്. അത് കുറച്ച് വൈകും എന്നുള്ളത് ആദ്യം മനസ്സിലാക്കിക്കൂടെ. ജൂലൈ 2-നാണ് റിസൾട്ട് വരിക, അഥവാ സെലക്ഷൻ ലിസ്റ്റ് വരിക. സെലക്ഷൻ ലിസ്റ്റ് വന്ന് 5-ാം തീയതി വരെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ടൈമുണ്ട്. ഇനി 5-ാം തീയതി കഴിഞ്ഞ് ഇനി കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്, ഒന്നും കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അപ്ലൈ ചെയ്യാൻ പറ്റും. 6-ാം തീയതി തൊട്ട് പുതിയ ഫോംസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ജൂലൈ 6 തൊട്ട് നിങ്ങൾക്ക് ഫോംസ് കളക്ട് ചെയ്യാം. അതിൻ്റെ ഡാറ്റ എൻട്രി, നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ അവിടെ അവർ എൻട്രി ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം റിസൾട്ട് വരിക 9-നാണ്. എന്നാണ് 9-നാണ്, ജൂലൈ 9-നാണ്. അത് ഞാനത് അവിടെ സർക്കുലർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വായിക്കാം. ഓക്കെ. ഇനി ചില കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ട്, ഇപ്പം എല്ലാവർക്കും ഇതിൽ സീറ്റ് കിട്ടുമോ? ഇല്ല. കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറഞ്ഞാൽ 20% മാത്രമേ സീറ്റുള്ളൂ. അപ്പൊ കമ്മ്യൂണിറ്റി കോട്ടയിൽ ഒരിക്കലും നിങ്ങൾ വിചാരിക്കും പോലെ എല്ലാവർക്കും സീറ്റ് കിട്ടൂല. അവിടെയും മാർക്ക് നോക്കുന്നുണ്ട് എന്നുള്ള കാര്യം എൻ്റെ മക്കൾ ഓർത്ത് വെക്കണം. മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെയും നോക്കുന്നുണ്ട്. കൂടെ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരേ കമ്മ്യൂണിറ്റിയിൽ കുറേ പേരുണ്ട്, അപ്പൊ അവരൊക്കെ ഇതിൽ സെലക്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇതിൽ മാർക്കും കൂടെ നോക്കുന്നുണ്ട്. അപ്പം അതിൽ ആർക്കാണോ പ്രയോറിറ്റി ഉള്ള അവരെയാണ് സെലക്ട് ചെയ്യുക. ഇനി ഇതുവരെ അപ്ലൈ ചെയ്യാത്ത മക്കൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ ഞാൻ പറഞ്ഞു എന്ന് തൊട്ട് അപ്ലൈ ചെയ്യാം, 6-ാം തീയതി തൊട്ട് അപ്ലൈ ചെയ്യാം. അത് ശ്രദ്ധിക്കുക കേട്ടോ, കൊടുത്തോളാം. ഇനി സ്പോർട്സ് കോട്ടേന്റെ കാര്യം കൂടി ഒന്ന് പറയാം. സ്പോർട്സ് കോട്ടേന്റെ റിസൾട്ട് അഥവാ സെലക്ഷൻ ലിസ്റ്റ് വരുന്ന 22-ന് തന്നെയാണ്. അതിന്റെ പുതിയ സർക്കുലർ ഒന്നും വന്നിട്ടില്ല. വന്നിട്ടുണ്ടെങ്കിൽ അറിയിക്കാം. 22-ന് തന്നെയാണ് സെലക്ഷൻ ലിസ്റ്റ് വരുന്നത്. ഇനി അതിന് പുതുതായിട്ട് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ 22-ന് സെലക്ഷൻ ലിസ്റ്റ് വന്ന് 29 വരെ അഡ്മിഷൻ എടുക്കാനുള്ള സമയമുണ്ട്. എങ്കിലും പെട്ടെന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളാം. അതുപോലെ കമ്മ്യൂണിറ്റി കോട്ടേനെ കിട്ടിയിട്ടുള്ള മക്കൾ മനസ്സിലാക്കണം, ചിലപ്പോൾ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പോയി അന്വേഷിക്കണം. സീറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ ശ്രദ്ധിക്കണം. നോട്ടിഫിക്കേഷൻസ് വരുന്നതിനനുസരിച്ച് മിസ് അപ്ഡേറ്റ് ചെയ്യാം, എങ്കിൽ പോലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം മുൻകൂറായിട്ട് പറയാണ്. കൂടാതെ ഇപ്പം സ്പോർട്സ് കോട്ടയിൽ ഞാനിപ്പോൾ പറഞ്ഞു, പുതുതായിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ സ്പോർട്സ് കോട്ട എന്ന് പറയുന്ന ഓൺലൈനായിട്ട് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഓഫ്ലൈൻ ഇല്ല, ഓൺലൈൻ അഡ്മിഷൻ തന്നെയാണ്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിന് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് വീണ്ടും ഒരു അവസരമുണ്ട്. 3-ാം തീയതി തൊട്ട് അപ്ലൈ ചെയ്യാം. 3 തൊട്ട് 7 വരെ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് വരുന്നുണ്ട്. ജൂലൈ 3 തൊട്ട് ജൂലൈ 7 വരെ. അതിന്റെ റിസൾട്ട് വരുന്നത് ജൂലൈ 9-ന് തന്നെയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇനി നിങ്ങൾക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും, ഇപ്പം ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയ അതേ സ്കൂളിൽ തന്നെ സെക്കൻഡ് അലോട്ട്മെന്റിന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒന്നും ചെയ്യണ്ട. നിങ്ങളിപ്പോൾ ടെമ്പററി ആയിട്ടാണ് അഡ്മിഷൻ എടുത്തെങ്കിൽ അത് ടെമ്പററി ആയിട്ട് തന്നെ അവിടെ കിടന്നോളും. ഓക്കെ, സെക്കൻഡിൽ അവിടെ തന്നെ കിട്ടിയാൽ ടെമ്പററി ആയിട്ട് തന്നെ നിങ്ങൾ ഓൾറെഡി എടുത്തതാണ്, അപ്പൊ അവിടെ തന്നെ കിടന്നോളും. ഇനി ഒരു പുതിയ സ്കൂളിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്കൂളിലാണ് കിട്ടുന്ന വെച്ചാൽ അവിടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ടെമ്പററി അഡ്മിഷൻ തുടരാം. പക്ഷേ 3rd അലോട്ട്മെന്റ് വരുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും എവിടെ കിട്ടിയാലും നിങ്ങൾ പെർമനന്റ് അഡ്മിഷൻ എടുത്തോളാം. അത് നിർബന്ധമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം പുതിയതായിട്ട് ഇനി 3rd അലോട്ട്മെന്റിൽ ഇനി എവിടെ കിട്ടിയാലും അവിടെ നിങ്ങൾ ടെമ്പററി എന്ന് പറഞ്ഞൊരു സാധനമില്ലേ, പെർമനന്റ് ആയിരിക്കണം. ഇനി മാനേജ്മെന്റ് കോട്ടയൊക്കെ നോക്കുന്ന മക്കളുണ്ടെങ്കിൽ അവരോടും കൂടിയാണ്, പ്രത്യേകിച്ച് അതിന്റെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതിന്റെ ഡേറ്റ് കഴിഞ്ഞു പോയാൽ അതിനും സമയം ഉണ്ടാവില്ല. അപ്പം അത് വളരെയധികം ശ്രദ്ധിക്കാം. നമുക്ക് പ്രതീക്ഷിക്കാം കമ്മ്യൂണിറ്റി കോട്ടയും ഇതെല്ലാം കൂടെ ഒരുമിച്ച് നിങ്ങൾക്ക് ഒരേ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഏത് സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ ഏത് ചൂസ് ചെയ്യണം എന്നുള്ള ഒരു ടൈം ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം 3rd അലോട്ട്മെന്റിന്റെ എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിറ്റി കോട്ടയുടെ മുന്നേ തന്നെ 3rd അലോട്ട്മെന്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പം എല്ലാം കൂടി കൺഫ്യൂഷൻ ആവണ്ട. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അത് കൂടാതെ മിസ്സിന്റെ ഇൻസ്റ്റാഗ്രാം ID ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. മിസ് മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി എൻ്റെ മക്കൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് ആ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വീഡിയോ മിസ് ചെയ്യുന്നതായിരിക്കും. കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെന്റ് കോട്ട, സ്പോർട്സ് കോട്ട ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക കൊടുത്തിട്ടുള്ള മക്കള്. ഓക്കെ, അപ്പം ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളാം. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്